ഞാൻ 3-4 കമ്പനിയിൽ മാറി മാറി കയറി. ഫസ്റ്റ് ഞാനൊരു വർക്ക്ഷോപ്പിൽ ഗ്യാരേജിലാണ് കയറിയത്. ഗ്യാരേജിൽ ഒരു മാസം നിന്നു. അതിൻ്റെ ഒരു സാലറിക്ക് തന്നു. അതൊരു ലോക്കൽ വർക്ക്ഷോപ്പ് പോലത്തെ ഒരു ഗ്യാരേജാണ്. അത് നല്ലൊരു ഗ്യാരേജാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്യാരേജ്. അവിടെ 2 നൈജീരിയന്മാരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവരുടെ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്യാൻ കയറി ഹെൽപ്പറായിട്ട്. അപ്പോൾ അവരെനിക്ക് സാലറിക്ക് തന്നു. ആദ്യത്തെ ഒരു മാസം സാലറി തന്നു. അതിനിപ്പോൾ വർക്ക് ഉണ്ടായില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വർക്ക് തീരെ കുറവായിരുന്നു അവിടെ. വർക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാൾ അവർ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പിന്നെ അപ്പോൾ ആ ജോലി നമുക്ക് ഉറപ്പായിട്ട് സ്ഥിരമായിട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറെ ജോലി തപ്പി. അങ്ങനെ ഞാനൊരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കണ ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. കാർഡൊക്കെ വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ ജോലിക്ക് ട്രയലിന് ഞാൻ പോയത്. ട്രയല് പാസ്സായില്ല. അങ്ങനെ അത് കയറാൻ പറ്റിയില്ല ആ ജോലിക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെ ഏജൻസി വഴിയായിട്ട് ഞാൻ ജോലി നോക്കിയായിരുന്നേ. വേറെ പുതിയ കാർഡ് വെച്ചിട്ട് പുതിയ ജോലി തപ്പായിരുന്നു. അപ്പോൾ രണ്ടാമത് അത് കഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് തപ്പി. ആ ജോലി കിട്ടാണ്ടായപ്പോൾ വേറെ ജോലി തപ്പി. അപ്പോൾ എനിക്കൊരു വെയർ ഹൗസിൽ ജോലി കിട്ടി. അവിടെ ഞാനൊരു അവിടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉള്ള ഒരു വെയർ ഹൗസ്. അവിടെ നമ്മൾ ട്രക്കിൽ കയറ്റി വിടുക. ഓരോ വീടുകളിൽ സെയിലായ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ട്രക്കിൽ കയറ്റി വിടുക, അതൊക്കെ ജോലി. പക്ഷെ അത് വളരെ ഭയങ്കര ഹാർഡ് വർക്ക് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണിത്. അത്രയും വെയിറ്റും. നമ്മുടെ അവിടുത്തെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പോലെ അല്ല അവിടുത്തെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും. നല്ല വെയിറ്റും നല്ല ഭാരമുണ്ട്. അപ്പോൾ നമ്മൾ അത് പല്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പക്ഷെ ചിലതൊക്കെ നമ്മൾ തന്നെ പൊക്കി വണ്ടിയിൽ കയറ്റി വിടണം. പല്ലറ്റും ഫോക്ക്ലിഫ്റ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇതൊക്കെ കയറ്റി വിടുക, പിന്നെ ഫർണിച്ചർ ഇങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ അത് ഞാൻ ഒരാഴ്ച നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഈ ജോലി സ്യൂട്ടായതല്ല, അതുകൊണ്ട് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കമ്പനി ടെർമിനേറ്റ് ചെയ്ത്. അപ്പോൾ ഏജൻസി ടെർമിനേറ്റ് ചെയ്ത്. കാരണം അവർ ടെർമിനേറ്റ് ചെയ്തതിനും കാരണമുണ്ട്. എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്ക് തന്നെ അത് ഞാനൊക്കെ ഓരോ സാധനങ്ങൾ പൊക്കുമ്പോൾ എൻ്റെ കൈക്ക് വല്ല ഡാമേജ് പറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ എടുത്തു വയ്ക്കുകയും ചെയ്യണ്ടേ. കാരണം അത്രയും വെയിറ്റുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവർ തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എന്തൊക്കെ പറഞ്ഞാലും യൂറോപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വളരെ ഭയാനകവും വളരെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടുകാർ കുറെ പറഞ്ഞിരുന്നു. എൻ്റെ കൂട്ടുകാരൻ, നിങ്ങൾക്ക് പൈസ എത്ര വേണമെങ്കിൽ പിന്നെയും തരാം, ഇനി എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് സത്യാവസ്ഥ ഇതല്ലേ അറിയുള്ളൂ. നമുക്ക് ഓടിച്ചെന്ന് അങ്ങനെ ജോലിക്ക് എടുക്കൊന്നുമില്ല. അവിടെ വേറൊരു രാജ്യമാണ്. പിന്നെ ദുബായ് അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും കൺട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആണ് മാൾട്ടയും യൂറോപ്പൊക്കെ. മാൾട്ടയാണ് ഡിഫറെൻ്റ്. ഈ ബാക്കി യൂറോപ്യൻ കൺട്രീസ് എങ്ങനെ ഇത്രയും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എനിക്ക് തോന്നുന്നു. പിന്നെ ബഷീർക്ക് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. നീ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ബഷീർക്ക് കുറെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ റൂമിലുള്ളവരും കുറെ പറഞ്ഞു, നീ എങ്ങനെയും ഇവിടെ പിടിച്ചു നിൽക്ക്, എങ്ങനെയും ജോലിക്ക് കയറ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ആരും ഹെൽപ്പ് ചെയ്യാനും ഉണ്ടായില്ല. അവിടെയുള്ള ആൾക്കാർ നമുക്ക് നിൽക്കാനും താല്പര്യമില്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. മാനസികാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങള് ഒരു ഭാഗ്യം കിട്ടാണ്ടായപ്പോ ഞങ്ങള് പള്ളിയിലൊക്കെ പോയിരുന്നിട്ടുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പോയി. അവിടെ ഒരു 1-2 മണിക്കൂർ അവിടെ ചെലവഴിച്ച് പള്ളിയിൽ എങ്ങനെയും ഞങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്തു. പള്ളിയിൽ പോയി
അതുപോലെ തന്നെ അവിടെ റൂമിലുള്ളവരോടൊക്കെ പറയുകയും ചെയ്തു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം, എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അവരും അവിടെ നമ്മളെ പോലെ തന്നെ ജോലിക്ക് വന്നത് എങ്ങനെയോ അവർ മുന്നേ വന്നതുകൊണ്ട് അവർക്ക് ജോലി കിട്ടി. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്ന 5-6 വർഷങ്ങൾക്ക് മുന്നേ വന്നത്. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷൻ അല്ല മാൾട്ടയിലുള്ളത്. വളരെയധികം ആൾക്കാർ തള്ളിക്കേറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലിക്ക് നിൽക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥ. മാൾട്ട ഒരു പൊട്ട കൺട്രി ആയതുകൊണ്ടായിരിക്കില്ല, ഒരു പക്ഷേ കണ്ടമാനം ആൾക്കാരായതുകൊണ്ടായിരിക്കും ഞങ്ങളെ ഒരു പക്ഷെ നിർത്താഞ്ഞതും പിന്നെ ജോലിക്ക് അധികം ആൾക്കാരെ എടുക്കാത്തതും. വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയായിരുന്നു. റൂമിന്റെ വാടക ഞാൻ പറഞ്ഞിരുന്നല്ലോ, €250 എല്ലാ മാസം €250 വെച്ച് അടയ്ക്കണം. ചില മാസം 250 കൂടാണ്ട് അഡ്വാൻസും മേടിച്ചിട്ടുണ്ട് അവര് റൂമിന്റെ. പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ പൈസ എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് €150 ഞങ്ങൾക്ക് ഫുഡിന് എക്സ്പെൻസ് വരുന്നുണ്ട്. €150 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14,000 സംതിങ് ഫുഡിന് മാത്രം. പിന്നെ റൂമിന്റെ ഏകദേശം അറിയാമല്ലോ, ഒരു 23-25 അല്ലെങ്കിൽ ഒരു €300 എന്ന് പറയുമ്പോൾ 30,000 €28,000 റൂമിനും വരുന്നുണ്ട്. പിന്നെ അവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്, എല്ലാ സാധനങ്ങൾക്കും. അവിടെ ഏറ്റവും ഞങ്ങൾക്ക് അതിശയമായിട്ട് തോന്നിയത് പച്ചമുളകിന്റെ വിലയാണ്. 1 കിലോ പച്ചമുളകിന് ₹1,500 1 കിലോ പച്ചമുളകിന്. അതുപോലെ തന്നെ പല സാധനങ്ങൾക്കും പല സ്ഥലത്ത് പല വിലയാണ്. സൂപ്പർ മാർക്കറ്റിലുള്ള റേറ്റും കടയിൽ ചില പുറത്ത് വിൽക്കാൻ പറ്റുന്ന ഷോപ്പുകളുണ്ട്, അവിടെയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ €5 ഒരു കോളിഫ്ലവറിനെങ്കിൽ സാധാ ലോക്കൽ മാർക്കറ്റിൽ €1 സംതിങ് ഉള്ളൂ. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വലിയ വില കൊടുത്ത് സാധനങ്ങൾ മേടിക്കായിരുന്നു ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ എക്സ്പെൻസ് കുറച്ചും കൂടി കൂടുതലാവുക ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാനൊരു 7 മാസത്തോളം ജോലി ഇല്ലാണ്ട് അവിടെ മാൾട്ടയില് ജോലി തപ്പി നടന്നു. ജോലിയും അപ്പൊ അത്ര മാസം ഞങ്ങൾക്ക് നിൽക്കേണ്ട എക്സ്പെൻസും കാര്യങ്ങളും വന്നു. ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പൈസ അയക്കാൻ വൈകിട്ട് ഞങ്ങള് കയ്യിൽ പൈസ ഇല്ലാണ്ട് ഞങ്ങള് മുളക് പൊടി കാച്ചിയിട്ട് അതും ചോറും കൂട്ടി തിന്നിട്ടുണ്ട്. ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാൾട്ടയില് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ. എനിക്ക് ടോട്ടല് ഉണ്ടാക്കാൻ പറ്റി ഞാൻ പൈസ €1,350 എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. സത്യം പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാം. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. പിന്നെ ജോലി എന്തുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നുള്ളത് ഞാൻ ആദ്യത്തെ ഓഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓരോ പ്രശ്നത്തെ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ജോലിയിൽ നിന്ന് പോകുന്നതിന്റെ. ചിത്രരചനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്. അവിടെ യൂറോപ്പിൽ വെച്ചിട്ട് ഉണ്ടായ സംഭവം ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ വല്ലറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഷോപ്പ് കണ്ടു ഇങ്ങനെ ചിത്രരചനയുടെ. ഞാൻ അത്യാവശ്യം പടം വരയ്ക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ചിത്രരചനയുടെ പടങ്ങൾ വിൽക്കാൻ വെച്ചേക്കണ ഒരു ഷോപ്പ്. ഞാൻ ആ ഷോപ്പിൽ കയറുന്ന വശം മേളിന്ന് വലിയൊരു ഷോപ്പിൽ കയറി അപ്പൊ തന്നെ വലിയൊരു ചില്ല് കഷ്ണം അവിടുത്തെ ബിൽഡിംഗ് അറിയാലോ, മാൾട്ടയിലത്തെ ബിൽഡിംഗ് അവര് പുതുക്കി പണിയൊന്നുമില്ല, എല്ലാം പഴയ പുരാതന ബിൽഡിങ്സും കാര്യങ്ങളാണ്. പഴകിയ ജനാല കാറ്റത്ത് വീണതാണ്. ഞാൻ ആ കടയിൽ കയറി അപ്പൊ തന്നെ വലിയൊരു ചില്ലിങ് കഷ്ണം നിലത്തേക്ക് വീണു. അപ്പൊ അവിടെ നിന്ന ആൾക്കാരിൽ ഒരാൾക്ക് ചെറിയ പരിക്കൊക്കെ പറ്റി. വലിയ സൗണ്ടൊക്കെ ഉണ്ടായി. നല്ല വലിയ ചില്ലായിരുന്നു, വലിയ സൗണ്ട് ഉണ്ടായി. ഞാൻ ആ ഷോപ്പിൽ കയറിയോണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ കടക്കാരൻ പറഞ്ഞു, നീ നിൽക്കണ്ട, നീ വേറെ ദിവസം പോയോ, ഇപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നീ ഇപ്പൊ ഇന്ന് വരണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജസ്റ്റ് ഡ്രോയിങ്ങിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കയറിയതാന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, ഒരു ഡ്രോയിങ്ങിന് €300, €350, €150 ഒക്കെ വെച്ച് കിട്ടും ഒരു ഡ്രോയിങ്ങിന് അവിടെ എടുത്തു കഴിഞ്ഞു. പക്ഷെ അത് മാൾട്ടയത്തെ
ഡ്രോയിങ്സ് മാത്രമേ അവിടെ എടുക്കുള്ളൂ എന്നാണ് ആ കടയിലെ ഷോപ്പിലത്തെ ഓണർ പറഞ്ഞത്. എന്ന് വിചാരിച്ച് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് തോന്നി, വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് ഞാൻ അങ്ങനെ പടം വരച്ചപ്പോൾ അവിടെയുള്ള പറഞ്ഞു ഞങ്ങൾ സീനറി വരയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ റൂമിലുള്ളവർ പറഞ്ഞു സീനറി വരയ്ക്കണ്ട, നീ ഇവിടെ ഒരു പള്ളി ഉണ്ട്, സെബൂജ് പള്ളി, അതങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞു. അവര് തമാശക്ക് പറഞ്ഞാണ് സെബൂജ് പള്ളി വരയ്ക്കാൻ. പക്ഷെ ആ പള്ളി വരയ്ക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അവർ വിചാരിച്ച് അത് പറയുമ്പോൾ ഞാൻ വരയ്ക്കില്ല എന്ന് വിചാരിച്ചു, എന്നോട് കഴിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ശരിക്കും വരച്ചു സെബൂജ് പള്ളി. അത് വരച്ച് അത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ്ങിന്റെ ഭംഗി പോവും. അത് കാരണം ഞാൻ പെയിന്റ് ചെയ്യാണ്ട് ഡ്രോയിങ് മാത്രമാക്കി സെബൂജ് പള്ളി. എന്നിട്ട് ഞാനത് വിൽക്കാനും ശ്രമിച്ചു. അവിടെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ മേടിക്കാൻ പോയതാണ്. പക്ഷെ ഒരു 2-3 പേര് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അത് മേടിക്കേണ്ടത് മേടിക്കാൻ വേണ്ടി പലതും പറയുമെന്ന് പറഞ്ഞ് എൻ്റെ പിക്ക് മേടിക്കാണ്ടിരുന്നു. ഞാനത് അവിടെ 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവരെ കൺവിൻസ് ചെയ്യിച്ച് പടം വിൽക്കാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ അവര് മേടിക്കുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു മേടിക്കണ്ട, അതാവുമ്പോൾ മേടിക്കാൻ വേണ്ടി പല ടെക്നിക്കും പറയും, നമ്മൾ മേടിക്കാൻ വേണ്ടി പലതും പറയുമെന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ല എൻ്റെ. പക്ഷെ അത് ഞാൻ കടയിലല്ല വിൽക്കാൻ നോക്കി, ഞാൻ പുറമെ പള്ളിയുടെ അടുത്താണ് വിൽക്കാൻ നോക്കിയത്. കടയിൽ വിൽക്കണമെങ്കിൽ പെയിന്റിങ്സ് മാത്രമേ എടുക്കുള്ളൂ, ഡ്രോയിങ്സ് ഞാൻ എടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് വരച്ച് കഴിഞ്ഞാൽ എടുക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു ഷോപ്പിൽ. പക്ഷെ എൻ്റെ റൂമിൽ വരയ്ക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. അവിടെ റൂമിലുള്ളവർക്കും അതൊരു ഞങ്ങളവിടെ താമസിക്കുന്നത് ചെറിയൊരു ഭാരം പോലെയായിരുന്നു അവർക്ക്. കാരണം അവരവിടെ 5 വർഷങ്ങളായിട്ട് അവർ മാത്രമേ റൂമിലുള്ളൂ. പുതിയൊരു ആൾക്കാർ വരുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ റൂം സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന പോലെ നമുക്കത് സൂക്ഷിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. ഒരു പക്ഷേ നമ്മൾ പുതിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് അവർക്ക് അവിടെ ഞാൻ ഈ ഡ്രോയിങ്ങും ഇതൊന്നും ചെയ്യുന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ മാനസികാവസ്ഥ ഇത്രയും പൈസ മുടക്കി പോയിട്ട് ഒരു ഉപകാരമില്ലാണ്ടായല്ലോ എന്നുള്ള വിഷമാണ്. പിന്നെ കടത്തിന്റെ അങ്ങേറ്റെത്തി. ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് ഇനി നാട്ടിൽ ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ എത്ര നാൾ കഷ്ടപ്പെടണമെന്നാ? എത്ര നാൾ കഷ്ടപ്പെട്ടാൽ ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ? അതൊക്കെ വീട്ടുകാരുടെ വിഷമം. വീട്ടുകാരുടെ മാനസികാവസ്ഥ ഇത്രയും പൈസ മുടക്കി പോയിട്ട് ഒരു ഉപകാരമില്ലാണ്ടായല്ലോ എന്നുള്ള വിഷമാണ്. പിന്നെ കടത്തിന്റെ അങ്ങേറ്റെത്തി. ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് ഇനി നാട്ടിൽ ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ എത്ര നാൾ കഷ്ടപ്പെടണമെന്നാ? എത്ര നാൾ കഷ്ടപ്പെട്ടാൽ ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ? അതുണ്ട്. ഞാനൊരു ഷോപ്പില് ഇന്റർവ്യൂവിന്റെ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോ ഒരാൾ എന്നെ ഭയങ്കര ഹരാസ് ചെയ്ത്. ഷോപ്പിലത്തെ ആള്, ഇന്റർവ്യൂ ഡ്രസ് ആണോ, നിങ്ങൾ ഇങ്ങനെയാണോ വരുന്നത്? ഇന്റർവ്യൂ ഡ്രസ് വേണമെങ്കിൽ നിങ്ങൾ ഒച്ചത്തില് ഇന്റർവ്യൂ ഡ്രസ് എന്ന് പറയണം. അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ഈ കടയിലേക്ക് എത്തിയത്, നിങ്ങൾ എങ്ങനെ യൂറോപ്പിൽ എത്തിയത്? അങ്ങനെയൊക്കെ സംസാരിച്ച് ഒരാള് എന്നെ ഹരാസ് ചെയ്യുന്ന പോലെ സംസാരിച്ചു ഒരു ഷോപ്പില് ഇന്റർവ്യൂ ഡ്രസ് മേടിക്കാൻ ചെന്നപ്പോൾ ഉള്ള അവസ്ഥ. അതുപോലെ തന്നെയാണ് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും. ആദ്യം അവർ സ്നേഹമൊക്കെ കാണിക്കും, പിന്നെ അവർ നിർത്തണ പോലെ കാണിക്കും, നമ്മൾ ജോലിക്ക് ഇഷ്ടപ്പെട്ട പോലെ കാണിക്കും. പക്ഷെ എന്നിട്ട് അവർ പറയും ജോലിക്ക് വരണ്ടെന്ന് പറയും. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അല്ല, അതിന്റെ ശമ്പളം എനിക്ക് കിട്ടി. ആ ശമ്പളം എനിക്ക് തന്നു. ഞാൻ ഇവിടേക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് റവലൂട്ടിലേക്ക് ആ പൈസ ഇട്ട് തന്നു. അതുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിർത്താത്തത്, അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഇന്ത്യക്കാരോടുള്ള വിരോധമാണോ, വെറുപ്പാണോ, എന്ത് വിദ്വേഷമാണോ എന്ന് മനസ്സിലാവില്ല. പക്ഷെ ബാക്കി എല്ലാ രാജ്യക്കാരും അവർക്ക് ഭയങ്കര താല്പര്യമാണ്. നേപ്പാളികളെയും അതുപോലെ തന്നെ നൈജീരിയന്മാരെയും ഗാനക്കാരെയും ബാക്കിയുള്ള കൺട്രീസിനൊക്കെ വളരെ താല്പര്യമാണ്. പക്ഷെ ഇന്ത്യക്കാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ചതിന്റെ ഓപ്പോസിറ്റ് ഒരു ഹവാന ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഇന്ത്യക്കാർക്ക് പ്രവേശനം പോലും ഇല്ല. അവിടെ യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു കറുത്ത വർഗ്ഗക്കാരോട് അങ്ങനെ വിരോധം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ വെളുത്ത വർഗ്ഗക്കാരോടാണോ വിരോധം എന്ന് എനിക്ക് സംശയമുണ്ട്, ചെറിയൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ അവിടെ ജോലി സ്ഥലത്ത് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്നവർക്കും അവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പലർക്കും. കാരണം അവരെ ഒരു അടിമയല്ല, എന്താ പറയാ, പണിയടിപ്പിച്ച് കൊല്ലും. പിന്നെ അതുപോലെ തന്നെ അവര് ചില സംസാരങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടു പോലില്ല. ഇനി മാൾട്ടയ്ക്ക് പോകാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എടുത്ത തീരുമാനം കറക്റ്റ് ആണോ എന്ന്
രണ്ടു വട്ടം ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്നിട്ട് പോവാ എന്ന് ഞാൻ പറയുള്ളൂ. അത് പറ്റിക്കുക തന്നെയാ. ഇതുപോലെ മുന്നും ഒരാളെ പറ്റിച്ചിട്ടുണ്ട്, 30 ലക്ഷമൊക്കെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ആ ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങള് ഈ ഏജൻസിയിൽ നിന്ന് മാറിയാലെന്ന് ആലോചിച്ചു. പക്ഷെ അവര് പറഞ്ഞു അതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഏജൻസിക്കാർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അത് ഫേക്ക് ന്യൂസ് അല്ലായിരുന്നു. ഒരാളുടെ 30 ലക്ഷം കാനഡയ്ക്ക് ഫാം വർക്കർ എന്ന് പറഞ്ഞിട്ട് തട്ടിയെടുത്ത ഈ ഏജൻസി 30 ലക്ഷം രൂപ ഫാം വർക്കർ എന്ന് പറഞ്ഞിട്ട്. ഈ ഏജൻസി പറഞ്ഞതെല്ലാം കള്ളായിരുന്നു, എല്ലാം പച്ച കള്ളായിരുന്നു എല്ലാം. ഈ ഏജൻസി വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഏജൻസിയാണ്. ഇത്ര വർഷം പഴക്കമുണ്ട്, തഴമ്പുണ്ട്, ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള എല്ലാം ഇതുണ്ട് അവരുടെ കയ്യിൽ. പറ്റിക്കാനുള്ള എല്ലാ വഴികളും ഊടുവഴികളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല, എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവുന്ന. ശേഷം ഈ ഏജൻസിയോട് ഒന്നും സംസാരിച്ചിട്ടില്ല, ആരും സംസാരിക്കാനും പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാരില്ല, സംസാരിക്കാനും പോകാനും പറയാനും അതിനുള്ള ആൾക്കാരില്ല. അമ്മയ്ക്കും അപ്പയ്ക്കും വയസ്സായി, അവർക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർക്ക് പറയാനുള്ള ഇതുമില്ല, അവർക്ക് പറയാനുള്ള ഒരു ഇതില്ല. അവര് വയസ്സായവരല്ലേ, അവരെന്ത് പറയാൻ അവിടെ പോയിട്ട്? അവരെന്ത് പറഞ്ഞാലും അവര് പൈസ തിരിച്ചാൽ വരാൻ പോണില്ല എന്നാണ് എൻ്റെ അമ്മയും അപ്പം പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോയി പറയാനും ചെല്ലാനും അങ്ങനെ ആരും ഇല്ല. അത് പറഞ്ഞു ഇനി കേസിനും ഇതിനൊന്നും പോകണ്ടെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അതിന്റെ പിന്നാലെ നടക്കാൻ അവർക്ക് നേരമില്ല എന്ന് പറഞ്ഞു. ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ ഇവരോട് പറഞ്ഞ ജോബ് പ്ലസിൽ, അവിടുത്തെ ജോബ് പ്ലസിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് കേസ് വാദിച്ചാനെ. പക്ഷെ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടിയാനെ കുറച്ച് നാളുകൾക്ക്. ഞാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ഇനിയൊരു കേസിന് ഇതിന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിപ്പിച്ച് മാറ്റി. മൊത്തം ഞാനൊരു 7 മാസത്തോളം മാൾട്ടയിൽ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈസ ഇല്ലാണ്ടായപ്പോ എങ്ങനെയും നിർത്തി പോരണല്ലോ. പക്ഷെ അതും ടിക്കറ്റിനുള്ള പൈസയും അതും കടം മേടിച്ചിട്ട് തന്നെയാ ടിക്കറ്റിനുള്ള പൈസയും ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഞങ്ങളുടെ കയ്യില് വേറെ പൈസ ഒന്നുമില്ല. പുറമേ നിന്ന് കാണുന്നവര് ഞങ്ങള് വലിയ പൈസ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്നൊക്കെയാ വിചാരം. പക്ഷെ ഞങ്ങള് അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം മേടിച്ച് ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും ചെയ്തൊക്കെ. തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തപ്പോ വന്നതിനേക്കാളും കൂടുതൽ പൈസയായി. വന്നപ്പോ 33,000 ആയിരുന്നു ആയത്, പോയപ്പോ 50 സംതിങ് ആയി, 52,000 രൂപയായി ടിക്കറ്റിന്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് മാൾട്ടയിലേക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടേക്ക് പോയത്. അവിടെ ചെന്നിട്ട് ഏജൻസി പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7 മാസത്തോളം ഞങ്ങൾക്ക് അവിടെ കഷ്ടപ്പെടേണ്ടി വന്നു. ജോലി തപ്പി നടക്കായിരുന്നു 7 മാസത്തോളം. വീട്ടിൽ നിന്ന് പൈസ അയക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം മേടിച്ചും ലോൺ എടുത്തും അങ്ങനെയൊക്കെയാണ് പൈസ റെഡിയാക്കിയത്. സത്യം പറഞ്ഞ ഈ 7 മാസം ഞങ്ങൾക്ക് കഷ്ടപ്പാട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷപ്പെടാൻ ഇനി വേറൊരു വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങള് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. അത് ടിക്കറ്റ് എടുക്കാൻ പൈസ അതും കടം മേടിച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. എന്നിട്ട് പൈസ കടം മേടിക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥ വരെ. അങ്ങനെ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥയായി പോയി. ടിക്കറ്റ് കടം മേടിച്ച് എടുത്തു, അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തി.